എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട് സ്പെഷ്യൽ വിഭവമായിട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന പാൽപ്പൊടിയുടെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി വേണമെന്ന്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെന്ന്. അതായത് ഞാൻ തയ്യാറാക്കുന്ന ഡിഷിൻ്റെ പേരാണ് കാളാൻ. കാളാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മഷ്റൂമാണ്. തമിഴ്നാട്ടിൽ അവർ മഷ്റൂമിനാണ് കാളാൻ എന്ന് പറയുന്നത്. അപ്പോൾ മഷ്റൂമും അതുപോലെ തന്നെ ക്യാബേജും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന നമ്മുടെ മഞ്ചൂരിയൻ ഇല്ലേ, ഗോബി മഞ്ചൂരിയനൊക്കെ പോലുള്ള മഞ്ചൂരിയൻ്റെ ഒരു അളിയനൊക്കെ ആയിട്ട് വരും. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ നമുക്ക് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കാളാന്നല്ല പറയാം, കാളെന്നാ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തമിഴ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരും കാളാന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും സംഭവം സൂപ്പറാണ്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള കാളാൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കാളാൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി കണ്ടിട്ട് ഒരു വലിയൊരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് ക്യാബേജ് നൈസാക്കി എരിഞ്ഞത്, വലുതാക്കി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്കിത് ബജ്ജിയാക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ നൈസാക്കി എരിഞ്ഞിട്ടുണ്ട്. അതൊരു 2 കൈപ്പിടി എന്നുള്ള രീതിയിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ. ഒരു ക്യാബേജിന്റെ 1/4 ഭാഗം ഈ ഒരു പീസില്ലേ, ഇതിന്റെ ബാക്കി പീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാബേജ് മാത്രം വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഇത് സംഭവം. പക്ഷെ കാളാൻ എന്ന് പറയുന്നത് തമിഴിൽ മഷ്റൂമിനെയാണ്. അപ്പോൾ മഷ്റൂമാണ് താരം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങളുടെ അടുത്ത് മഷ്റൂമോ ഇല്ല എന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി തന്നെ കൂടുതൽ ക്യാബേജ് എടുത്തതിന് ശേഷം ക്യാബേജ് കൊണ്ട് മാത്രം ചെയ്യാം. അതിലോട്ട് ഞാനിവിടെ 10 മീഡിയം മഷ്റൂം വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞതാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്താലും മതിയാകും. അല്പം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഒക്കെ ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ കണക്ക് നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, എക്സ്ട്രാ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ഇടണ്ട. ഇത് ആദ്യം തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ ക്യാബേജിൽ നിന്നും മഷ്റൂമിൽ നിന്നും നല്ലോണം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇതിൽ ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് മൈദയും അതുപോലെ തന്നെ കോൺഫ്ലോറും ആണ്. മൈദ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ആട്ട ഉപയോഗിക്കാം, അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിക്കാം. മൈദ ചേർക്കുന്ന ടേസ്റ്റ് മറ്റൊന്നിന് ചേർത്താൽ വരില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കടലമാവ് അല്ലെങ്കിൽ ആട്ടയുണ്ട്. കണ്ട, ഇങ്ങനെ ഇപ്പം തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്താലും മതിയാകും. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. എൻ്റെ ക്യാബേജ് പക്കോട നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ, സൂപ്പറാണ്. ഇത് ചുമ്മാ പക്കോടയാക്കി തന്നെ കഴിക്കാനും സോസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കാൻ മടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ പോലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്കിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആക്കി നമുക്ക് എണ്ണയിലോട്ട് ഇടാൻ പറ്റണം. ഇതിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിങ്ങനെ ഇരിക്കണം. ഇത് ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ മൈദയും കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഉപ്പൊരു അല്പം കൂടെ ആവാം. ഇപ്പം അത്യാവശ്യം ഇത് സ്പൈസിയാണ്. ഇതിന് അത്ര സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ മുളക് പൊടി ഇട്ടാൽ മതിയാവും, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടാലും മതിയാവും. ഇനി നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് പക്കോട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ചെറിയ ചെറിയ പക്കോടാസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് തിക്കാക്കരുത് കേട്ടോ, അപ്പോൾ അത് കുക്കായി കിട്ടാൻ ഒരുപാട് സമയം പിടിക്കും. മീഡിയം തീയിൽ വേണം എപ്പോഴും അത് വറുത്തെടുക്കാൻ. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാനുണ്ട്, മൈദയും കോൺഫ്ലോറും ചേർക്കുന്നതിനേക്കാളും മുൻപ് തന്നെ കുറച്ചു നേരം വെച്ചിട്ട് വെള്ളം വരുമല്ലോ, ആ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞ് കളയാം. അതിനുശേഷം കോൺഫ്ലോർ ചേർക്കണമെങ്കിൽ കോൺഫ്ലോറിന്റെ ഒക്കെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഇത് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ മറക്കരുത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ മൈദ വേണ്ടി വരും കേട്ടോ. കരിയാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത് മുഴുവൻ വെള്ളത്തിലാവും, കയ്പിരസം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമ്മളുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അങ്ങ് ഊറ്റി മാറ്റി ഒരു സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലോട്ടോ മാറ്റാം കേട്ടോ. പിന്നെ മൈദ ആയതുകൊണ്ട് കടലമാവ് വെച്ചുള്ള ബജ്ജിനേക്കാൾ സമയം എടുക്കും കേട്ടോ ഇത് ഫ്രൈ ആയി കിട്ടാൻ. എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തും ഗ്യാസ് ഓൺ ആയിരിക്കണം, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയിട്ടുണ്ട്. അതും നമുക്ക്
കോരി മാറ്റി വെക്കും. ചൂടാറിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ ഗ്രേവി ഒഴിക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ടൊന്നും പോവില്ല. അപ്പോൾ നമ്മുടെ ബജ്ജി കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിന് ഞാനിപ്പോൾ ഒരു 3 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓരോ ബജ്ജിനെ നമുക്ക് ഇതുപോലെ 3 കഷ്ണമായിട്ട് മുറിക്കാം. അല്ലെങ്കിൽ എത്ര വലിപ്പമാണോ അതിനനുസരിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. നമ്മുടെ ബജ്ജി എല്ലാം നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാൻ തുടങ്ങാം. 2 തരത്തിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ടൊമാറ്റോ കെച്ചപ്പും വിനീഗറും സോയാ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള രീതിയും വേറൊന്ന് നാടൻ രീതിയും. അപ്പോൾ എനിക്ക് നാടനാണ് ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല അതാണ് എല്ലാവർക്കും ചെയ്യാൻ കംഫർട്ടബിൾ ആൻഡ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഐറ്റംസ്. എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ സോയാ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടാവണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയി തോന്നിയ രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിൽ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചതച്ച ഫെനൽ സീഡ്സ്. അതായത് പെരുംജീരകം ചതക്കണം എന്നില്ല, ഞാനിപ്പോൾ ഇവിടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലവർ ചെറിയ ജീരകം ഇടാറുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതിൽ പെരുംജീരകം തന്നെയാണ്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 6 അല്ലി വെളുത്തുള്ളിയും പെരുംജീരകവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അത് 1-2 മിനിറ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ല, 1/4 ടീസ്പൂണേക്കാളും കൂടുതൽ. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ നന്നായിട്ട് ആ പച്ചമണം മാറണം. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്കുള്ള മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി തീ കുറയ്ക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. അങ്ങനെ ഒരുപാട് മുളക് വേണ്ട. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റോളം ചെറിയ തീയിലിട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അങ്ങ് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, എപ്പോഴും ശ്രദ്ധിക്കുക. പച്ചമണം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ഒരു പച്ചവാസന മുന്നോട്ട് നിൽക്കും, ഒരു കുത്തുമണം മുന്നോട്ട് നിൽക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പച്ചമുളക് നന്നായി മാറിയിട്ട് 2 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 2 വലിയ തക്കാളി. ചെറിയ തക്കാളി ആണെങ്കിൽ 3 തക്കാളി. അതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്യുക, നന്നായിട്ട് കുക്കാവട്ടെ. ഈ തക്കാളിയൊക്കെ നന്നായി കുക്കായതിനു ശേഷം വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവാണ്, പുളി പെർഫെക്റ്റ് ആണ്. ഇങ്ങനെ നോക്കിയിട്ട് പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നിനും ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് പക്ഷേ പുളിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പാണ് കുറച്ച് കുറവുള്ളത്. ഇനി കുറച്ച് നമുക്കിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ആ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് തിളയ്ക്കണം. ഇത് തിക്കായിട്ടുള്ളൊരു കറിയാണെങ്കിൽ പോലും ഈ തക്കാളി നന്നായി കുക്കായാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷവും നമുക്കൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയുടെ ഇലയാണ്. പിന്നെ നമുക്ക് ഗാർണിഷിങ്ങിനും കുറച്ച് മല്ലിയില വേണം. മല്ലിയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ റെസിപ്പി ഞാനിത് എടുത്തിരിക്കുന്നത് ഒരു തമിഴ് ചാനലിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. ഞാൻ ഒരുപാട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയി തോന്നിയത് ഇതാണ്. അപ്പോൾ പുള്ളിയുടെ ലിങ്ക് ഞാൻ താഴെ തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. നന്നായി തിളക്കട്ടെ കേട്ടോ. നന്നായി തിളക്കുന്നുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ എരിവ് കുറവാണ്. ഞാൻ കുറച്ച് മുളക് കൂടെ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുരുമുളക് കൂടി ഇട്ടാലും മതി. 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. മധുരം കുറവായെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി പഞ്ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കുക, അത് നിങ്ങൾ തീരുമാനിക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബജ്ജിയാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇതിൽ കിടന്നിട്ട് കുക്കാവണം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ മീഡിയത്തിലോട്ട് തന്നെയാണ് തീയിരിക്കുന്നത്. ഇതൊന്ന് കുക്കാവട്ടെ, അതായത് കുറച്ചൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ഒരു നുള്ള് റെഡ് കളർ ചേർക്കുന്നുണ്ട്, പക്ഷേ നോർമലി ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കോൺഫ്ലവർ ഒരുപാട് ഒരുമിച്ച് ഒഴിക്കേണ്ട. 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിക്കാൻ നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ അളിയനായിട്ടുണ്ട്. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബജ്ജി ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഗ്രേവി ഒഴിച്ചിട്ട് അപ്പം തന്നെ സെർവ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. ഞാൻ ഓഫ് ചെയ്യാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാളാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് തയ്യാറാക്കി നോക്കുക. കാബേജ് ഓൾമോസ്റ്റ് എല്ലാവരും വീടുകളിൽ ഉണ്ടാവുന്ന ഒരു വെജിറ്റബിൾ ആണ് അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് കാബേജെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കാളാൻ ഞാൻ പിക്ചറൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസ് നമുക്കിന്ന് പിഴിഞ്ഞ് ഒഴിക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് വെച്ച് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്കൊരു പിടി പിടിക്കാം. ഇത് സാധാരണ രീതിയിൽ ചുമ്മാ കഴിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ, നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഒട്ടും തന്നെ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഇത് ചൂടോട് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പക്കോട നമ്മൾ ഉണ്ടാക്കി വെക്കുക, ഗ്രേവി റെഡിയാക്കി വെക്കുക. അപ്പോൾ ഗ്രേവി ചൂടാക്കിയതിന് ശേഷം പക്കോട ഇട്ട് മിക്സ് ചെയ്തിട്ട് അവസാനം കോൺഫ്ലവർ കലക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു വായ നിങ്ങൾക്ക് വേണ്ടി കഴിക്കട്ടെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ പോയിരുന്നു കഴിക്കുന്ന പോലെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ്. അതിനുശേഷം മാക്സിമം ഷെയർ ചെയ്യാം, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.